Welcome to Educare to discuss which among the following is not a part of traditional Indian culture. Option A, Dharma and Karma. Option B, concept of universal consciousness. Option C, peace and non-violence. Option D, restructuring of values. നമുക്കിതിൻ്റെ ആൻസർ നോക്കാം. ആൻസർ ഓപ്ഷൻ ഡി ആണ്. റെസ്ട്രക്ചറിങ് ഓഫ് വാല്യൂസ് ആണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, മൂല്യങ്ങളുടെ പുനഃക്രമീകരണം എന്ന് പറയുന്നത് അത് നമ്മുടെ ട്രഡീഷണൽ ഇന്ത്യൻ കൾച്ചറിൻ്റെ ഭാഗമല്ല എന്നുള്ളതാണ്. ഓക്കെ, നമുക്കിതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ധർമ്മ ആൻഡ് കർമ്മ എന്ന് പറയുന്ന ഓപ്ഷൻ അത് നമ്മളുടെ അല്ലെങ്കിൽ ധർമ്മവും കർമ്മവും നമ്മുടെ പരമ്പരാഗത സംസ്കാരത്തിൻ്റെ ഭാഗങ്ങളാണ്, പ്രധാനപ്പെട്ട കേന്ദ്ര ആശയങ്ങളാണ് എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ബോത്ത് ഓഫ് ദീസ് ആർ സെൻട്രൽ കോൺസെപ്റ്റ്സ് ഇൻ ട്രഡീഷണൽ ഇന്ത്യൻ കൾച്ചർ. ധർമ്മ റെഫേഴ്സ് ടു ദ മോറൽ ആൻഡ് righteous duties, while karma is the principle of cause and effect where every action has consequences. അപ്പോൾ ധർമ്മവും കർമ്മവും പരമ്പരാഗത ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ കേന്ദ്ര ആശയങ്ങളാണ്. ധർമ്മം ധാർമ്മിക നിയമത്തെയും നീതിനിഷ്ഠമായ കടമയെയും സൂചിപ്പിക്കുമ്പോൾ കർമ്മം കാരണത്തിൻ്റെയും ഫലത്തിൻ്റെയും തത്വമായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ കർമ്മത്തിൽ ഇവിടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ കർമ്മങ്ങൾക്കും ഒരു അനന്തരഫലമുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. ആൻഡ് അടുത്ത ഒരു ഓപ്ഷനാണ് concept of universal consciousness. This is also a significant part of Indian philosophy, especially in Vedanta and other schools of Indian thoughts. The idea of a universal consciousness, often linked to Brahman, the ultimate reality, is central to the spiritual worldview in India. പലപ്പോഴും ബ്രഹ്മവുമായി അല്ലെങ്കിൽ ആത്യന്തിക യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സാർവത്രിക അവബോധത്തിൻ്റെ ഒരു ആശയമാണ് കോൺസെപ്റ്റ് ഓഫ് യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ് എന്ന് നമുക്ക് പറയാം. മൂന്നാമത്തെ ഓപ്ഷൻ പീസ് ആൻഡ് നോൺ വയലൻസ്. നോൺ വയലൻസ് അല്ലെങ്കിൽ അഹിംസ ഇസ് വൺ ഓഫ് ദ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇന്ത്യൻ ഫിലോസഫി, മോസ്റ്റ് ഫേമസ്ലി പ്രൊപ്പഗേറ്റഡ് ബൈ ഫിഗേഴ്സ് ലൈക്ക് മഹാത്മാഗാന്ധി. The idea of peace, both internal and external, has been a core aspect of Indian culture, especially in relation to spiritual and ethical practices. അപ്പോൾ അഹിംസ എന്നത് ഇന്ത്യൻ തത്വചിന്തയുടെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. പ്രധാനമായും മഹാത്മാഗാന്ധിയെ പോലുള്ള വ്യക്തികൾ പലപ്പോഴും പ്രസിദ്ധമായിട്ടല്ലെങ്കിൽ വളരെ ഫേമസ് ആയിട്ട് പ്രചരിപ്പിച്ചിരുന്ന ഒരു ആശയം എന്ന് പറയുന്നത് അഹിംസ അല്ലെങ്കിൽ നോൺ വയലൻസ് ആയിരുന്നു. അപ്പോൾ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ പ്രത്യേകിച്ച് ആത്മീയവും ധാർമ്മികവുമായ ആചാരങ്ങളുമായി ബന്ധപ്പെടുത്തി നിലനിൽക്കുന്ന നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ഇന്ത്യൻ കൾച്ചറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ആശയമായിട്ട് തന്നെ നമുക്ക് പീസ് ആൻഡ് നോൺ വയലൻസിനെ കൺസിഡർ ചെയ്യാം. അടുത്ത ഓപ്ഷൻ റെസ്ട്രക്ചറിങ് ഓഫ് വാല്യൂസ്, അതായത് മൂല്യങ്ങളുടെ പുനഃക്രമീകരണം. ഇത് നമ്മുടെ പരമ്പരാഗത ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമല്ല എന്ന് നമുക്ക് പറയാം. മൂല്യങ്ങളെ മാറ്റുകയോ പൊരുത്തപ്പെടുകയോ ചെയ്യുക എന്ന ആശയം നിലവിലുണ്ടെങ്കിലും അത് പരമ്പരാഗത ഇന്ത്യൻ സംസ്കാരത്തിൽ ഊന്നി പറയുന്നില്ല. പരമ്പരാഗത ഇന്ത്യൻ സംസ്കാരങ്ങൾ സ്ഥാപിത മൂല്യങ്ങളുടെയും തത്വങ്ങളുടെയും സംരക്ഷണ പ്രയോഗത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. അപ്പോൾ ഈ റെസ്ട്രക്ചറിങ് ഓഫ് വാല്യൂസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആധുനിക അല്ലെങ്കിൽ നമ്മൾ സമകാലികമായിട്ടുള്ള ഒരു ആശയമായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.